അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹത്തായ ഞങ്ങളെ ഈ റാത്തിബ് വാർഷിക മജ്ലിസിൽ ഇന്നത്തെ ഈ വേദിക്കയിൽ ഉപവിഷ്ടരായ ഞങ്ങളെല്ലാവരുടെ പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ് കിഞ്ഞ സഖാഫി ഉസ്താദ് അവറുകൾ തുടങ്ങിയ ആലിമീങ്ങൾ, ജമാഅത്തിലെ അഭിവന്യനായ പ്രസിഡന്റ് ആദമാക്കൽ മദീന, ഇന്നത്തെ യോഗാധ്യക്ഷനായ ഞങ്ങളെ ബദ്രിയ യങ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയായ ഹസൈന റുൻസക്കട്ടെ, മാജി പ്രസിഡന്റുണ്ട്, ധാരാളം ഉമറാക്കളുള്ള ജമാഅത്തിലെ പ്രധാന കാര്യദർശി ഉൾപ്പെടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ശഅബാന്റെ ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കട്ടെ ഒരു അമലായിട്ട് അല്ലാഹു കബൂലാക്കി തരട്ടെ. എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളെ സ്മരിച്ചുകൊണ്ട് ദഫ്റാത്തീബ് യങ് മെൻസറെ പ്രിയപ്പെട്ട നേതാക്കൾ ആക്കിക്കൊണ്ട് വന്നുകൊണ്ടുള്ള ഈ വർഷവും കൂടി വളരെ ഭംഗിയോടെ അങ്ങ് ആക്കിട്ടായിടിക്കുക ഞങ്ങൾ ഇപ്പൊ കൂടിയോണ്ടില്ലേ. അതിലർഹമായ ഫലം അതിലെ ബാക്കിൽ ഓടിയ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത് അനുഭവിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ദീർഘിപ്പിക്കലല്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദരെ ഉദ്ഘാടനയോട് കൂടി നല്ല നസീഹത്ത്, ഉപദേശ വാള് വന്യരായ ഖതീബ് ഉസ്താദ് ആക്കി തരും. അതുകൊണ്ട് മുന്നലും സ്വാഗത പ്രഭാഷണത്തിന് നിന്നപ്പോ ഒരു 2-3 വിഷയം മാത്ര പൽക്ക പരിചയം ഉദ്ദേശിക്കണേ. സുഹൃത്തുക്കളെ, സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ അല്ലാഹു വലിയ പദവി കൊടുത്തുയർത്തിയ മഹാനാണ്, അതിലൊരു സംശയമില്ല. മഹാനായ റിഫായി ശൈഖിന്റെ ഉമ്മ ഗർഭധരിച്ചപ്പോ അല്ലെങ്കിൽ ഗർഭിണിയായപ്പോ കർപ്പുഞ്ചിയായിട്ടിരുന്നപ്പോ ഇടക്കിടക്ക് ആ ഉമ്മക്കൊരു സ്വഭാവം, എന്തൊരു സ്വഭാവ ഉണ്ട് ഈ കാലത്തെ ഞങ്ങളെ ഗർഭിണി പെണ്ണിങ്ങ കർപ്പുഞ്ചി പെണ്ണിങ്ങളാക്കിടാർ നല്ലൊരു സ്വഭാവം. ആ റായത്തില് അറിയപ്പെട്ട ആലിമീങ്ങള് സാദാത്തുക്കള് അങ്ങനെ കണ്ടിട്ട് സുഖപ്രസവത്തിന് റാഹത്തിന് ജനിക്കടെ കിടവിടെ കൺകുളിർമകനായിട്ട് ദ്വാർപാട്ടല് നല്ലൊരു സ്വഭാവം. ആ കൂട്ടത്തില് റിഫായി ശൈഖിന്റെ ഉമ്മ സുബ്ഹാനല്ലാഹ് ഇടക്കിടക്ക് കാണുക പോയോണ്ടി താരെ ആ കാലത്തില് ഏറ്റവും അറിയപ്പെട്ട ശൈഖ്, വലിയ 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 മഹാൻ അശ്ശൈഖ് അബു ശംബക് റഹിമഹുല്ലാഹ്, വലിയ മഹാൻ, ആ കാലത്തിൽ അറിയപ്പെട്ട വലിയ മഹാൻ. ആ മഹാന്റെ ഇടക്കിടക്ക് കാണുക പോകുമ്പോ ഈ ഉമ്മടെ കാണുമ്പോ ആ മഹാൻ ഉമ്മ പോയിൽ പിന്നെ അവിടെ ദയിക്കും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഉമ്മ കാണുക വന്നപ്പോ അപ്പം എഞ്ചി നിൽക്കും, ഉസ്താദ് എഞ്ചി നിൽക്കൂ, ഉമ്മ പോയിൽ പിന്നെ ദയിക്കും. ഇത് ഇടക്കിടക്ക് കണ്ടപ്പ ശിഷ്യന്മാർ കേട്ടാറ്, അല്ല ഉസ്താദ് നിങ്ങ അങ്ങനെ 6 ബന്നെങ്കിലും എഞ്ചി നിൽക്കില്ലല്ലേ, പിന്നെന്തേ ഈ ഒരു വയസ്സായ ഉമ്മ വന്നപ്പോ നിങ്ങൾ എഞ്ചി നിൽക്കോ? അപ്പോ അശ്ശൈഖ് അബൂ മുഹമ്മദ് ശംബകി റഹിമഹുല്ലാഹ് ചൊല്ലു, ഞാൻ എഞ്ചി നിன்றേ ആ ഉമ്മടെ നോക്കിട്ടല്ല, ആ ഉമ്മടെ സ്ഥാനം നോക്കിട്ട് മാത്രല്ല, പിന്നമാ അനഖൂമു ഇജ്ലാലൻ ലിൽ ജനീൻ അല്ലദീ ഫീ ബത്നിഹാ, ഞാൻ എഞ്ചി നിൽക്കുള്ളൊരു കാരണമുണ്ടോ, ആ കർപ്പുഞ്ചി പെണ്ണിങ്ങ വന്നില്ലേ, ആ പെണ്ണിങ്ങിലെ ബൈത്തിലൊരു കിടവുണ്ടോ, ആ കിടവിടെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ എഞ്ചി നിன்றോ, ചില്ലാരുടെ കിടവല്ലാതെ ആ കിടവ് അല്ലാഹുവിന് വളരെ അടുത്തയാളായിട്ട് അറിയപ്പെട്ട ഒരു കിടവാണത്. അതുകൊണ്ടാണ് ആ ഉമ്മടെ കാണുമ്പോ ഉമ്മടെ പല്ലിലുള്ള കിടവിടെ ബഹുമാനിച്ചിട്ട് ഞാൻ എഞ്ചി നിன்றോണ്ടുള്ളേണ്ട് ആ മഹാനായ ശൈഖ് ചൊല്ലുമ്പോ ഉമ്മ
നമ്മുടെ പല്ലിന് ഉൽഗമേ അല്ല കൊടുത്ത പവർ എത്ര ചില്ലറ പവർ അല്ല, വലിയ പവർ കൊടുത്ത ആ പവർ കൊടുത്തിട്ടാകുമ്പോ മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ മേലിൽ ഞങ്ങൾ കോളിയ ആട അല്ലെങ്കിൽ വേറെന്തെങ്കിലും അറിയാ തുടങ്ങിയത് നേർച്ചയായിട്ട് കൊടുക്കുമ്പോ അതൊക്കെയുള്ള വലിയ പദവി തണ്ടോ. മാത്രമല്ല പ്രസവിക്കണയും മുന്നോളെ പല അത്ഭുതങ്ങളും കണ്ട് അബൂ മൻസൂർ ബത്താഹി റഹിമഹുല്ലാഹ് വലിയ മഹാൻ. ആരാ മഹാൻ? ആ മഹാനും ചില്ലാര മഹാനല്ല. സുബ്ഹാനല്ലാഹ്. ആ മഹാനവറുകൾ ആ റായത്ത് നിൽക്കുമ്പോ ഒരാളുകെ നിറകരുടെ ഒരാളെ ഔത്തുകു ഒരാളുകെ സിംഹ ഇങ്ങനെ കടിച്ചിട്ട് കൈ ഇങ്ങനെ കട്ടായി പോയി ചോരയുടെ ഓക്കുലിയുള്ള അയാളുടെ കയ്യിൽ. അപ്പോ എടുക്കുന്ന ചൊല്ലുടെ ആരൊട്ടിಗೆ അശൈഖ് അബൂ മൻസൂറുൽ ബത്തായി തങ്ങൾ തിയോടാറുക നിങ്ങൾ അപ്പുറത്തോട്ട് ഒരാൾക്ക് ഇങ്ങനെ സിംഹ ഇങ്ങനെ കാട്ടിറങ്ങിയിട്ട് കടിച്ചിട്ട് അയാളെ കയ്യിലുള്ള കട്ടായി പോയി നേരെ ഓടി വന്നു ആ സിംഹത്ത് കൈ കാട്ടിയെന്നു നിക്ക് ആരെ അധിക പ്രസംഗാക്കോന്നേ ഊടമേ നീ ചത്തുപോണി എന്നപ്പോ ആ സിംഹ അവിടമേ ചത്തുപോയിട്ട് മാത്രമല്ല ആ കട്ടായ കൈയിലെടുത്തിട്ട് തുപ്പുറത്തന്നെ ഇങ്ങനെ തോത്തിയിട്ട് അവിടെ വെച്ചായപ്പോ അവിടെ വെച്ചപ്പോ ആ കൈ അങ്ങനെ ഫസ്റ്റത്തെ ആ അവസ്ഥക്ക് മറളിത്തിട്ട് മഹാന്മാർ കിതാബുൽ എഴുതിക്കൊണ്ടുള്ള അത്ര വലിയ മഹാനാണ് അബൂ മൻസൂറുൽ ബത്തായി തങ്ങള്. ആ വലിയ മഹാൻ റിഫായി ശൈഖ് തങ്ങളെ കാക്ക. ആ കാക്കായിട്ടിക്കണ് ബാപ്പയുടെ മരണത്തിൽ പിന്നെ റിഫായി ശൈഖ് തങ്ങളെ നോക്കിയുണ്ടോ. ആ മഹാൻ ചൊല്ലു നക്കുറു കിനാവ് കണ്ടിട്ട് എപ്പത് റിഫായി ശൈഖ് ജനിക്കണ കാട്ടി മുന്നലോ നക്കുറു കിനാവ് കണ്ടിട്ട് ആ കിനാവിൽ വന്നാറ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്നിയന്തു യാ മൻസൂർ ഇതാ കുറിയനാൾ കൽഞ്ഞൽ പിന്നെ നിങ്ങളെ പെങ്ങൾക്ക് ഒരു കിടവ് ജനിക്കൂ പോണ്ടവോ. ആ കിടവ് ചില്ലാറ ആളല്ല. ആ കിടവ് നാണ് എങ്ങനെ നബിമാരോ ഹെഡായിടമ അതേപോലെ ഔലിയാക്കളോ ഹെഡാവുന്നത് പോണ്ട് ഒരു കിടവ് പറഞ്ഞുകൊണ്ടുണ്ട് സ്വന്തം കാക്കടൊട്ടിയെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്ത മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ആ മഹാനവറുകളുടെ ആ മഹാനവറുകൾ ഞങ്ങൾക്ക് കാട്ടി തന്ന ആ മാർഗദർശന അത് ഞങ്ങ ചൊന്നിട്ട് കേട്ടിട്ട് ഫോളോ അപ്പ് ആക്കിയിട്ട് ആ റാത്തീബ് ഞങ്ങൾ ആക്കുമ്പോ അള്ളാഹു ഞങ്ങൾക്ക് അതിൽ വലിയ ഫലത്തുണ്ടോ. ധാരാളം ഒന്നുണ്ടല്ല ചൊന്നിങ് തീരെ വിഷയമല്ല ഇപ്പൊ ഇൻഷാ അല്ലാഹ് നാ ചൊമ്മ നേരം നീട്ടിയോണ്ടു ടൈമിങ്ങിനെ വേസ്റ്റ് ആക്കില്ല. ഒന്നരായ ഉസ്താദ് ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ഞങ്ങൾക്ക് വാളാക്കി തരൂ. അള്ളാഹു ആഫിയത്ത് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ ഈ ഒരു റാത്തീബാക്കു നല്ല കഷ്ടവന്നവർ ഇതിന്റെ ബാക്കിൽ ഞങ്ങളെ യങ് മിനിസ്റ്റർ പ്രസിഡന്റ് ഹസൈനാർ ഞങ്ങൾ അച്ചുകൊണ്ട് വിളിക്കുക നല്ല ഓടിതാറങ്ങ എവിടത്തോള ഞങ്ങൾ ഔത്തുകൾ 200 ചില്ലാറ ഉണ്ട്. ആ ഔത്തുകെല്ലാം പോയിട്ടിറങ്ങ പോയപ്പോ ഇന്നൊരു കണക്ക് കാട്ടിയാറ് അൽഹംദുലില്ലാഹ് ഓരോ ഔത്തങ്ങ നല്ലൊരു സംഖ്യ ഈ മജ്ലിസ് കൊടുത്തു കടത്തിയാർ. അല്ലാഹു അത് അർഹമായ ഫലം നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ ഞങ്ങൾ ഇപ്പൊ പറമ്പുത്തുകു അവിടെ ആ ഭാഗത്ത് കുറെ കോളികൾ ഒന്നു രണ്ടല്ല ധാരാളം കോളിയുണ്ട്. ആ കോളിയെല്ലാം റിഫായി ശൈഖ് തങ്ങളെ പേരില് ഈ റായത്തെ ചില ആൽമാർ നേർച്ചയായിട്ട് തന്നത്. ഒരാൾ നണ്ടിട്ടിക്ക് ചൊന്തു നന്റെ പിഞ്ഞായുടെ ഇലവലു മങ്ങിലായിട്ട് കുറെ വർഷത്ത് പ്രസവിക്കില്ല, ഗർഭിണിയാവില്ല, പ്രസവിക്കുകയില്ല. അപ്പോ റിഫായി ശൈഖ് തങ്ങളെ പേര് വിളിച്ചിട്ട് അങ്ങ് ഒരു നേർച്ച വെച്ചാർ. എന്തേ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഊട്ട് റാത്തീബ് നല്ലൊരു കോളി കൊടുക്കണേ, അതിൽ നക്കൊരു പരിഹാരം കാണുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പ ഇമ്മ ഗർഭിണിയായിട്ട് പ്രസവിച്ചിട്ട് നല്ലൊരു കിടവുണ്ടു. റിഫായി ശൈഖ് തങ്ങളെ പേര് വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് കൊടുക്കുമ്പോ അള്ളാഹു അതിക്ക് തന്റെ പവർ നോക്കൂ. നിങ്ങൾ അത് ആ ഒരു കാരണത്തിൽ ധാരാളം ആൾമാർ കോളികൊമ്പം നിങ്ങൾ ഉള്ളാർ, ആടുകൊമ്പം നിങ്ങൾ ഉള്ളാർ. അങ്ങനെ എല്ലാവരുടെ ഉദ്ദേശം അർഹമർ റഹീമായ അല്ലാഹു റിഫായി ശൈഖ് തങ്ങളെ ഹക്ക് കൊണ്ടല്ല
അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയും ഞങ്ങളെ പ്രയാസ ദുഃഖത്തിന് ദൂരെ പോന്നോട്ടില്ല. ഞങ്ങളെ ബദർ പള്ളിയിലെ പല അത്ഭുതങ്ങൾ നാണും നിങ്ങൾ കണ്ട. വെള്ളിയാഴ്ച 500 രൂപ കൊടുത്തിട്ടാകുമ്പോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച 313 കൊടുത്തിട്ടാകുമ്പോ എത്ര ആൾമാർക്ക് ഫല കിട്ടി. അതേപോലെ ഈ റാത്തീബ് അത് ഖിയാമത്ത് നാൾത്തോളം ഞങ്ങളെ റായത്തെ ഓരോരുത്തർക്കും ഫലമുള്ളതാവണോ, കൊണമുള്ളതാവണോ. അള്ളാഹു കൊണ ആക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം ഇൻഷാ അല്ലാഹ്. ഇനി വാർഷിക റാത്തീബ് നണ്ട ഉത്തമ ഒരു കോലിക്കട്ടെ, നാളെ ബൽത്തി ഒരു ജീമവും അത് പള്ളിക്ക് പോവട്ടെ, റിഫായി ശേഖ് തങ്ങളെ പേരിലാവട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരു നല്ല നിയത്തോടെ ഏറ്റെടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നല്ല നല്ല പദ്ധതി ഇവിടെ സ്റ്റേജ് റെഡിയാക്കുകയും ഇത് അധ്വാനിച്ചിട്ട് എംഗമെൻസിലെ പ്രസിഡന്റ് ഒട്ടിയെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉട ബാലക്കാർ നല്ല അധ്വാനിച്ചിട്ടാണ്. അത് ഞങ്ങളെ ജമാഅത്ത് പ്രസിഡന്റ് അടക്കം നന്ദി പറമ്പ് ചെന്നു. അങ്ങെല്ലാവർക്കും നിങ്ങൾ ദുആ എടുക്കണം ഉസ്താദ്. നല്ല അധ്വാനിച്ചിറങ്ങാൻ അല്ലാഹു അങ്ങെല്ലാം അർഹമായ ഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് ഉള്ളത് കൊണ്ട് നാ ചൊല്ലെ കുറെ ആൾമാർ അത്താവുള്ള മറംപുറോടികളുടെ ഞങ്ങൾ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ കഴിഞ്ഞ വർഷം അങ്ങനെ ഈ വർഷം ഞങ്ങൾ ചോറ് കുക്ക ഉല്ലേ ഭക്ഷണത്തുകുള്ള എല്ലാ അറിയും ആ ബാലക്കാരായിട്ട് ഇങ്ങോട്ട് തന്നോണ്ടില്ലേ. അതുകൊണ്ട് ഉമ്മടെ റാഹത്തുക്ക് വേനായിട്ട് ദുആർപ്പാട്ടുക ആ ബാലക്കാരെ ഏൽപ്പിച്ചതാ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പിന്നെ തങ്ങും പണ്ട് തങ്ങും ദുആർക്കും. അതേപോലെ ഇപ്പോ കഴിഞ്ഞ കൂടിയ നാളുകൾ മുന്നോളൂ മരണപ്പെട്ടുപോയ ഞങ്ങൾ SK സുലൈമാൻ അയാളുടെ ഭാര്യ ഫാത്തിമ ചൊല്ലുടെ ആ ഉമ്മ അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ, ഖബർ സന്തോഷമാക്കട്ടെ. ആ ഉമ്മയുടെ പേരിൽ അയാളുടെ മോന് കമാലുദ്ദീൻ ഒരു 50 കിലോ അരി ഇവിടെ എത്തുവാടി ഇങ്ങനെ ധാരാളം ആൾമാർ ഈ കാര്യക്രമത്തിൽ ശേഖരിച്ചുള്ളാറ്. അങ്ങോട്ട് എല്ലാവർക്കും ഞങ്ങൾ ആലിമീങ്ങൾ സാദാത്തുകൾ ദുആർക്കിടയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത്ഭുതപ്പെടാറ്. ഞങ്ങളെ റായ പല പണ്ടത്തെ പള്ളിയായെങ്കിലും ചുറ്റുമുത്തര ആൾമാരെല്ലാം പലപ്പോഴും കേൾക്കാറ് കുപ്പട്ടിൽ എപ്പോ നോക്കിയെങ്കിലും എന്തോ ഒരു ബദലാവാനായോണ്ടുണ്ട്. പള്ളിയുടെ സ്വറ, മദ്രസത്തെ സ്വറ, മേൽ ഹാളുണ്ട്. ആ ഹാള് ജമാഅത്തിനെ ആക്കിയെടുത്തുണ്ട് പോലും ചൊല്ലുമ്പോ പറ ജമാഅത്തിനെ അത്ഭുതപ്പെടാറ്. നിങ്ങൾ ആക്കിയോണ്ടില്ലതാ കുപ്പട്ടി ജമാഅത്തിനെ ആക്കണമായിട്ട് പല ആൾമാരും അത്ഭുതപ്പെടാറ്. അത്ര ചന്ത ഒരു ഭാഗത്ത് ഞങ്ങൾ ഹാളിലെ സ്വറായുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയ പൈസ ഇട്ടുകൊണ്ടില്ല, അതെല്ലാവരും കൊടുത്തിട്ട് ഇനിയും കുറെ സ്വറവിടെ ബാക്കിയുണ്ട്. ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി അൽഹംദുലില്ലാഹ് അതൊക്കെ പ്രവർത്തിക്കുമ്പോ അത് താങ്ങായിട്ട് ശക്തിയായിട്ട് ഞങ്ങളൊന്ന് കൂടുക. അത് വേഗം പൂർത്തിയാവണം. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അതേപോലെ ഈ പള്ളി നോക്കുന്നുണ്ടെങ്കിൽ ഈ പള്ളി എതിർത്തെ ആ മിനാറും ആ ഒരു ഡെക്കറേഷനും അതെല്ലാം പ്രിയപ്പെട്ട ഉടെ ബാലക്കാർ ഞാൻ ഇണ്ടും ഓർക്കടെ ഒരേ ഒരു ചാവലും ഖതീബ് ഉസ്താദ് ഉള്ളത് കൊണ്ട് നാ ചൊല്ലുടെ ദുആർക്കുവേനായിട്ട് ഒരു ചാവു ഞങ്ങൾ എംഗമെൻസിലെ പ്രസിഡന്റ് അസൈനാറും കുറിയ ബാലക്കാർ വന്നിട്ട് ഞങ്ങളെ മൂന്നാൾ തെച്ചിട്ടാകുമ്പോ ഒരു ചെറിയ വിഷയിട്ടാർ ഞങ്ങളെ പള്ളി ഒന്ന് ചെല്ലൊന്നു വലിയ പള്ളി ജമാഅത്ത് കുറെ ആൾമാരുള്ളാറ്. ഈ പുറാച്ചിന് പല കാലത്തെ പള്ളി ഒന്നും കൂടി ഉഷാറാക്കുന്നുണ്ട്. ഒരു ചർച്ചയാക്കിയപ്പോ എല്ലാ ബാലക്കാരെ കോണ്ടാക്ട് ആയിട്ട് അങ്ങനത്തെ വിഷയം വന്നപ്പോ 10-20 മുട്ടമുട്ടായിട്ട് ആ എതിരെ പള്ളി അത്ര ചന്താക്കുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. അതിന്റെ ബാക്കിൽ 50,000 30,000 എല്ലാവർക്കും റിഫായ് ശൈഖിന്റെ പ്രതിഭ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അർഹമായ ഫലം നൽകുമാറാകട്ടെ. ഇണ്ട് നോക്കൂ പള്ളിയുടെ ഉൽഗ വളരെ ഭംഗിയാണ്. എന്തോ ഒരു ചന്തമുണ്ട് പള്ളിയുടെ ഉൽഗ, എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ആ പള്ളിയുടെ ഉൽഗ. ആയോണ്ടുണ്ട് റമളാനുക്ക് മുന്നേ പൂർത്തിയാവുന്നത് എങ്കിൽ മനസ്സിലാക്കാൻ വലിയ ആശായിട്ടിൻസ്. പക്ഷേ സ്വറ നിരന്തരമായിട്ട് ആയോണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് കാണുമ്പോ ഗംതാവില്ല മാത്രം അത്ര സ്വറ ഉണ്ട് അതിന്റെ ഉൽഗ. അതും കൂടി പൂർത്തിയായെങ്കിൽ പരിശുദ്ധ റമളാന്റെ അവർ ഫസ്റ്റ് വാരത്തിൽ പൂർത്തിയായെങ്കിൽ ഈ വർഷത്തെ റമളാനിൽ അതേ ഭംഗിയോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ആ പള്ളിയുടെ ഉൽഗ അല്ലാഹു ആരാധിക്കൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ആയുസ് നീട്ടി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അധ്വാനിച്ചവർക്കും മറക്കൂ തീരാം. പക്ഷെ അങ്ങ് ഞങ്ങൾ താങ്ങാവണം, അങ്ങ് ഞങ്ങൾ ശക്തിയാവണം. അത് അങ്ങ് തുടങ്ങിയതല്ലേ? അല്ലല്ല, അത് ഞങ്ങൾ എല്ലാവരും ജമാഅത്ത് എല്ലാവരും ഹാളും ഞങ്ങളത്, പള്ളിയും ഞങ്ങളത്, മദ്രസവും ഞങ്ങളത്. അങ്ങ് അവിടെ നോക്കിയുടെ മാത്ര, അങ്ങ് അതിന്റെ ബാക്കിൽ പോയുടെ മാത്ര. പക്ഷെ ഞങ്ങൾ എല്ലാവരും
അതിന് താങ്ങായിട്ട് ഞങ്ങളെ റായത്തെ ഇസ്സത്ത് അഭിമാന ഇനിയും ഉത്തരോത്തരി ഉയരണോ. അള്ളാഹു ഉയർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കാര്യം എല്ലാവരും എന്റെ പൽക്ക് കേൾക്കുന്ന ഈ റായത്ത് പിന്നിങ്ങ പാലക്കാർ ആണിങ്ങ എല്ലാവരും ഓർത്തുണ്ടു നിങ്ങൾ അതിനെ വിജയിപ്പിക്കണമെന്ന് ചെന്നോട്ട് ഇൻഷാ അല്ലാ നന്റെ കർത്തവ്യത്തിന് ഞാൻ ഇനി വന്നോണ്ടില്ലേ. ഈ കാര്യക്രമത്തിന് നമുക്ക് ദുആർന്നിട്ട് ഇൻഷാ അല്ലാ ഇനി ഉദ്ഘാടനാക്കോ പോകേണ്ടത് ഞങ്ങളെ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് ഞങ്ങളെ മഹല്ലുടെ ഖതീബ് ഉസ്താദും കൂടി ആയിരിക്കും. 3 വർഷം അൽഹംദുലില്ലാഹ് ഉസ്താദ് വന്നിട്ട് നല്ല ഒരു അഭിവൃദ്ധി 2 വർഷമായിട്ട് ഞാൻ ജുമാഅത്തിൽ പോലും എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോ നല്ല ഒരു പൈസ പിരിച്ചിട്ട് ആ ടൈൽസർ വിഷയത്തിലുള്ള ഗ്രാനൈറ്റർ വിഷയത്തിലുള്ള വിഷയത്തിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് വാളാക്കിയിട്ട് നല്ല പിരിച്ചിട്ട് സംഭാവന ശേഖരിച്ചിട്ട് ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റിക്കും ഞങ്ങളെ വീട്ടിനും ഒരു താങ്ങായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചിലപ്പോൾ ഞങ്ങൾ ഖുതുബവും വാള് വെള്ളിയാഴ്ച മാത്രം കേട്ടായിരിക്കും. ഉസ്താദ് 2-3 കിതാബ് സ്വന്തമായിട്ട് എഴുതിയ ഒരാളാണ്. അറബിൽ കന്നഡത്തുള്ള അറബിൽ സ്വന്തമായിട്ട് കിതാബ് എഴുതിയിട്ട് അതിലെ പല ആലിമീങ്ങൾ മുതആല നോക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ നല്ലൊരു ഇൽമുള്ളൊരു പണ്ഡിതൻ. അള്ളാഹു കുടുംബ ജീവിതം സന്തോഷമാക്കട്ടെ. അള്ളാഹു അങ്ങനെ എല്ലാ വിഷയത്തിലും ബർക്കത്താക്കട്ടെ എന്ന് ദുആർന്നുണ്ട്. ഞങ്ങളെ ബദ്രിയ എൻഗേജ്മെന്റ് ബഗൽ പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ് ഹൃദ്യമായ സ്വാഗതം ഞാൻ അയക്കൊണ്ടുള്ള ഈ കാര്യക്രമത്തെ യോഗാധ്യക്ഷൻ ഞങ്ങളെ എൻഗേജ്മെന്റ് പ്രസിഡന്റ് ആണ് പ്രിയപ്പെട്ട ഹസൈനാർ അച്ചു. 2-3 ഒരു വാരം ഞാൻ നോക്കിക്കൊണ്ടില്ല നിരന്തരമായിട്ട് കോളാക്കിയിട്ട് മായിത്ത് കേട്ടുകൊണ്ടും ഇതിലെ ബാക്കിൽ ബാലക്കാരെ കൂട്ടിയിട്ട് ഇതിലെ വിജയിക്കുവാനായിട്ട് സ്വന്തം അങ്കടി പോലും ഇന്നിട്ട് അതുക്കും പോവാൻ അവിടെ സ്വർത്തങ്ങൾ നിപ്പാട്ടിട്ട് ഇതിലെ ബാക്കിൽ നല്ല കഷ്ടമെന്ന ഈ പള്ളിയുടെ എതിർ വിഷയത്തിലും ഇപ്പൊ പള്ളി ഉൾക കെട്ടുമ്പോഴത്തേക്കും ആ ബാലക്കാരെ പിടിച്ചിട്ട് ഒരു ടീം വർക്കായിട്ട് അതിക്കൊരു നായകത്വം കൊടുത്തിട്ടു. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഹസൈനാർ അച്ചുള്ള അവന്റെ പ്രവർത്തനം അല്ലാഹു ഖബൂലാകട്ടെ. വയസ്സായ അവന്റെ ബാപ്പ ഉമ്മ ഉള്ളാറ് അങ്ങ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവന്റെ ഇളങ്ങ മൂത്തങ്ങ ഭാര്യ മക്കൾക്ക് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ദുആ ഈ മഹത്തായ പരിപാടിക്ക് ഞാൻ സ്വാഗതമായിട്ട് കൊടുത്തു നേർന്നിട്ടില്ല. അതേപോലെ അൽഹംദുലില്ലാഹ് ഞങ്ങളെ മുഅദ്ദിൻ ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിർസത്തെ ആള് റായ ദൂരാണെങ്കിലും ഞങ്ങളെ മുട്ടത്തെ ആള് സ്വന്തം റായത്തങ്ങളെ പോലെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് ഒരേപോലെ കണ്ടിട്ട് പുഞ്ചിരിയോടെ എപ്പോ കണ്ടെങ്കിലും ഞങ്ങൾ അപ്പുറം ഉണ്ടില്ലെങ്കിലും ഞങ്ങളെ പേര് വിളിച്ചിട്ട് മുണ്ട ഒരു സ്വഭാവമുള്ള പ്രിയപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വിവാഹത്തപ്പോ ഞങ്ങളെല്ലാം സഹകരിച്ചത് എപ്പോഴും ഇന്നലും ഒരു പക്ക ഭക്ഷണം കഴിക്കുമ്പോഴത്തൂ ഉസ്താദ് അതിനെ മെലുക്കാക്കിട്ട് നാനും മങ്ങത്തെ മുന്നോട്ടേണ്ട ഇങ്ങനെ പരിപാടി ഉള്ളത് കൊണ്ട് പോയപ്പോ അപ്പൊ ഉസ്താദ് കുപ്പെട്ട പൈസയിൽ ഒരു ബർക്കത്തുണ്ട് ഉസ്താദ്. കാരണം ബദർ പള്ളി പൈസയിൽ ഔട്ടെ സംബളത്തിൽ ഒരു ബർക്കത്തുണ്ട് ഉസ്താദ്. നാ കണ്ടേ രണ്ട് ഔത്തെ ടൈൽസിന്റെ സ്വറ ഈ സാറിന്റെ സ്വറ പൈന്റ് എല്ലാം നാ പൂർത്തിയാക്കിയിടേ കുപ്പെട്ടിക്ക് ബന്നൽ പിന്നെയും ഇപ്പൊ ഞങ്ങളെ റായത്തുക മഹാന്മാരെ നോട്ടമുണ്ട്. നാ ചൊല്ലത് കേട്ട കണ്ടിട്ടില്ല ചാവുകൾ ബാബ അടക്കം വന്ന് തെച്ച പള്ളി ഉണ്ട്. നാ ചൊല്ലത് കേട്ട ഞങ്ങളെ പള്ളി ഇനിയും നല്ല ബർക്കത്തുള്ള പള്ളിയായിട്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദുക്കും ഞാൻ സ്വാഗതാക്കിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട ബൊള്ളായി സഖാഫി ഉസ്താദ് ഉണ്ട്. ഉന്റെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു നേതൃത്വവും ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാർഗദർശകനായിട്ട് പല വിഷയത്തിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയ ഔത്തുക ഇങ്ങനെ ബണ്ടയെന്നപ്പോ ഒരു പൈസ ബേരം എടുത്തു വെച്ചിരിക്കൂ. അത് ഞാൻ ഉസ്താദ് ഇല്ലെങ്കിലും ഔത്തങ്ങളുടെ ഉള്ളൂ. ഇത് ഈ സംഘടന ബറുവാറ് പള്ളിയുടെ വിഷയത്തിൽ അങ്ങോ നിങ്ങൾ കൊടുക്കുന്നു. അപ്പൊ നല്ലൊരു സഹകരണ മനോഭാവമുള്ള മുള്ളായി സഖാഫി ഉസ്താദും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതാക്കിക്കൊണ്ടുള്ള പ്രധാന കാര്യദർശി ഹൈദർ മുസ്ലിയാർ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസിലുണ്ട്. ഉസ്താദും നല്ലൊരു സേവന ഖിദ്മത്ത് ഞങ്ങളെ പള്ളിയുമായിട്ട് ആക്കിക്കൊണ്ടുണ്ട്. ഉസ്താദുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെയുള്ള ദുആ സ്വാഗതമായിട്ട് ഓതിയുണ്ട്. ലാസ്റ്റ് ബെച്ചിരി ഇപ്പൊ ഞങ്ങളെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഞങ്ങളെ ഈ വേദിക്കലുണ്ട് ആദമാക്കൽ അൽ മദീന ഇണ്ട് നട്ട് ഇപ്പൊ കണ്ടപ്പോഴും ഒരു സ്വറാക്കണം ഒരു കുറിയ സ്വറ ബാക്കിയുണ്ട് ഒന്ന് തെല്ല് നണ്ടിട്ട് കൂടിയിരണോ എവിടെ കാണുകത്തില്ല ഹാള് ബാക്കിയായിട്ട് ആ സ്വറ പാതിലുണ്ട് ഒന്ന് ബന്ധുണ ഒന്ന് ബന്ധുണു
ഇത് വിഷയമല്ലാണ്ട് വേറെ വിഷയമില്ല. അവിടെ അള്ളാഹു അത് കബൂലാക്കട്ടെ. വലിയ കുസിയുണ്ട്, നല്ല ഓടിതാറ്. ആ വിഷയം നിങ്ങൾക്ക് മേല് പോയിട്ട് നോക്കിയെങ്കിലേ കാണും. ഇത്ര വലിയൊരു ഹാള് കൂടെ ബറുണ്ടാറും ഇരിച്ചതല്ല. അൽഹംദുലില്ലാഹ് അത് ബാക്കിൽ നല്ല ഓടിതാറ്. അങ്കു ഞങ്ങളെ താങ്ങാവണം ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ ആ പൈസ മുക്കാം തറമാ അല്ലെങ്കിൽ ഒരു നാലാളെ കാട്ടുക അവിടെങ്കിൽ അങ്ങനെ കാട്ടിട്ട ആ ഒരു പരിപാടി ഞങ്ങൾ വിജയിപ്പിക്കണം. അല്ലാഹു അൽമദീന ആദമാക്കളുടെ കുടുംബത്തിലുള്ള ബർക്കത്ത് ചെയ്യട്ടെയുള്ള ദുആ മഹത്തായ ഈ പരിപാടിക്ക് ഞാൻ സ്വാഗതമായിട്ട് ഓതിയിട്ടുള്ള ഞങ്ങളെ മാജി പ്രസിഡന്റ് ഞങ്ങൾ രണ്ടാളും ഒട്ടിಗೆ മാജി പ്രസിഡന്റ് ഉണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ മുഹിമ്മാത്തിൽ പഠിക്കട കാലഘട്ട ഞങ്ങളെ ഇങ്ങനെ ഉഷാറാക്കടയിൽ ഒരു കാരണം പ്രിയപ്പെട്ട മാജി പ്രസിഡന്റ് ഉണ്ട്. കാരണം അണ്ട് റജൽ വന്നപ്പോ ഇവിടെ എന്ത് പരിപാടി ഉണ്ട് സ്വാഗതം നിങ്ങൾ ആക്കോറു അല്ലെങ്കിൽ ഉദ്ഘാടനം നിങ്ങൾ ആക്കോറു മൈക്ക പിടിക്കോറു രണ്ട് പൽക്കം മുണ്ടോറു നിങ്ങൾ മുണ്ടി പഠിക്കോറു അണ്ട് ഞങ്ങളെ മുണ്ടുവാട്ടിട്ട് പ്രോത്സാഹാക്കി തുറച്ചിട്ട് പാവ പ്രിയപ്പെട്ട ഞങ്ങളെ മാജി പ്രസിഡന്റ് അള്ളാഹു അയാൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അയാളുടെ ഭാര്യ മക്കൾക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. മഹത്തായ ഈ പരിപാടിക്ക് ഞാൻ സ്വാഗതം ഓതിയിട്ടു. ധാരാളം ആൾമാർ കീഴുള്ളാറാവ ഞങ്ങൾ SOS പ്രസിഡന്റ് അബ്ബാസാക്ക നിങ്ങൾ ചിരിച്ചുള്ള എതിർ പറ നിങ്ങൾ സ്റ്റേജ് പറ ഞങ്ങൾ ഈ പ്രസിഡന്റ് ബിൽക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ കുഞ്ഞുമോൻ ആചാര്യം ഇവിടെ ഇന്നെങ്കിൽ ഒന്നും ഞങ്ങളെ വേദിക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. റസാഖ് സഖാഫി ഉസ്താദ് ഉൻസകട്ടെ പറ നിങ്ങൾ നിങ്ങൾ അവിടെ ആൾക്കടത്തില്ല. പിന്നെ ഞങ്ങളെ കുറെ നേതാക്കന്മാർ കീഴുള്ളാർ ആരെ കണ്ടോണ്ടിൽ ഇതുകൊണ്ട് ഞങ്ങളെ എംഗമെന്റ്സിനെ പരിഗണിക്കുവാർ. SOS പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളെ അബ്ബാസാക്കണൈക്കായ അള്ളാഹു അയാൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അയാളും ഞങ്ങളെ പള്ളിയുടെ അഭിവൃദ്ധിയിൽ നല്ല മുന്നിലുണ്ട്. അയാൾക്കും ഞാൻ ഈ കാര്യക്രമത്തിൽ സ്വാഗതമാക്കിയുണ്ട്. ഞങ്ങളെ റസാഖ് സഖാഫി ഉസ്താദ് ഉൻസകട്ടെ ഞങ്ങളെ SOS എല്ലാം വലിയ നേതൃത്വ ഇവിടെ ഒരു സുന്നത്തി ജമാഅത്ത് ഒരു താങ്ങായിട്ടുള്ള ഒരു ആള് അയാൾക്കും ഞാൻ ഈ കാര്യക്രമത്തിൽ കൃത്യമായ സ്വാഗതം ഓതിയുണ്ട്. യങ് മിനിസ്റ്ററെ പ്രധാന കാര്യദർശി അതേപോലെ കോശാധികാരി യങ് മിനിസ്റ്ററെ മറ്റു പ്രവർത്തകരും നിങ്ങൾക്ക് എല്ലാവർക്കും മഹത്തായ ഈ കാര്യക്രമത്തിൽ സ്വാഗതമാക്കിയുണ്ട്. SSF പ്രസിഡന്റ് കണ്ടുകൊണ്ടില്ല ബദ്രുദ്ദീൻ അയാളുടെ അനുപസ്ഥിതിയിൽ ഞാൻ അയാൾക്കും സ്വാഗതമാക്കിയുണ്ട്. കുറെ ഹിരിയങ്ങളുള്ള ഉള്ളാറൂടെ ഞങ്ങൾ ഈ മജ്ലിസിൽ ആ ഹിരിയങ്ങൾ എല്ലാവർക്കും ഞാൻ സ്വാഗതമാക്കിയുണ്ട്. പിന്നിങ്ങ ഉള്ളാർ അങ്ങും സ്വാഗതമാക്കിയുണ്ട്. ഞങ്ങളെ പള്ളി ഖബർസ്ഥാനിലും ഞങ്ങളുടെ കുടുംബത്തെ ഹിരിയങ്ങ ധാരാളം മറിച്ചു കിടന്ന ഉള്ളാർ അങ്ങനെ ഈ ജാവുൽ ഞങ്ങൾ മറക്കോ തീരാം. ഈ മജ്ലിസിലെ സവാബ് അല്ലാഹുവേ ആ ഖബറാളികളെ ഖബറുക്ക് നീ കൊടുത്തിട്ടു അങ്ങനെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് ചൊല്ലുന്ന ദുആ ദുആർന്നുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതമാക്കിയുണ്ട്. രണ്ട് സ്വാഗത പ്രഭാഷണം ഞാൻ ഇപ്പാട്ടെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനക്ക് പേനായിട്ട് അഭിവന്യരായ ഖതീബ് ഉസ്താദെ വളരെ സ്നേഹാദരവുകളോടുകൂടി ഞാൻ ക്ഷണിച്ചുകൊണ്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹത്തായ ഞങ്ങളെ ഈ റാത്തിബ് വാർഷിക മജ്ലിസിൽ ഇണ്ടത്തെ ഈ വേദിക്കയിൽ ഉപവിഷ്ടരായ ഞങ്ങളെല്ലാവരുടെ പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ് കിന്യ സഖാഫി ഉസ്താദ് അവറുകൾ തുടങ്ങിയ ആലിമീങ്ങൾ, ജമാഅത്തിലെ അഭിവന്യനായ പ്രസിഡന്റ് ആദമാക്കൽ മദീന, ഇണ്ടത്തെ യോഗാധ്യക്ഷനായ ഞങ്ങളെ ബദ്രിയ യങ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയായ ഹസൈന റുൻസക്കട്ടെ, മാജി പ്രസിഡന്റുണ്ട്, ധാരാളം ഉമറാക്കളുള്ള ജമാഅത്തിലെ പ്രധാന കാര്യദർശി ഉൾപ്പെടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ശഅബാന്റെ ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കട്ടെ ഒരു അമലായിട്ട് അല്ലാഹു കബൂലാക്കി തരട്ടെ. എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് സുൽത്താനുൽ ആരിഫീൻ അഷൈഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സ്മരിച്ചുകൊണ്ട് ദഫ്റാത്തിബു യങ് മെൻസറെ പ്രിയപ്പെട്ട നേതാക്കളാക്കിക്കൊണ്ട് വന്നുകൊണ്ടുള്ള ഈ വർഷവും കൂടി വളരെ ഭംഗിയോടെ അങ്ങ് ആക്കിട്ടായിടിക്കിട ഞങ്ങൾ ഇപ്പൊ കൂടിയോണ്ടില്ലേ. അതിന് അർഹമായ ഫലം അതിന്റെ ബാക്കിൽ ഓടിയെ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത് അനുഭവിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ദീർഘിപ്പിക്കലല്ല, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദരെ ഉദ്ഘാടനയോട് കൂടി
നല്ല നസീഹത്ത് ഉപദേശ വാള് വന്യരായ ഖതീബ് ഉസ്താദ് ആക്കി തരും. അതുകു മുന്നലും സ്വാഗത പ്രഭാഷണത്തിന് നിണ്ടപ്പോ ഒരു 2-3 വിഷയം മാത്ര പൽക്ക പരിചയം ഞാൻ ഉദ്ദേശിക്കണേ. സുഹൃത്തുക്കളെ, സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ അല്ലാഹു വലിയ പദവി കൊടുത്തുയർത്തിയ മഹാനാണ്, അതിലൊരു സംശയമില്ല. എവിടുത്തോള മഹാനായ റിഫായി ശൈഖിന്റെ ഉമ്മ ഗർഭധരിച്ചപ്പോ അല്ലെങ്കിൽ ഗർഭിണിയായപ്പോ കർപ്പുഞ്ചിയായിട്ടിരുന്നപ്പോ ഇടക്കിടക്ക് ആ ഉമ്മതൊരു സ്വഭാവം എന്തൊരു സ്വഭാവ ഉണ്ട്. ഈ കാലത്തെ ഞങ്ങളെ ഗർഭിണി പെണ്ണിങ്ങ കർപ്പുഞ്ചി പെണ്ണിങ്ങെല്ലാക്കിടാർ നല്ലൊരു സ്വഭാവം. ആ റായത്തില് അറിയപ്പെട്ട ആലിമീങ്ങള് സാദാത്തുക്കള് അങ്ങനെ കണ്ടിട്ട് സുഖപ്രസവത്തിന് റാഹത്തിന് ജനിക്കടെ കിടവിടെ കൺകുളിർമകനായിട്ട് ദ്വാർപാട്ടല് നല്ലൊരു സ്വഭാവം. ആ കൂട്ടത്തില് റിഫായി ശൈഖിന്റെ ഉമ്മ സുബ്ഹാനല്ലാഹ് ഇടക്കിടക്ക് കാണുക പോയോണ്ടിൻ താരെ ആ കാലത്തില് ഏറ്റവും അറിയപ്പെട്ട ശൈഖ്, വലിയ 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 മഹാൻ അശ്ശൈഖ് അബു ശംബക് റഹിമഹുല്ലാഹ്, വലിയ മഹാൻ, ആ കാലത്തിൽ അറിയപ്പെട്ട വലിയ മഹാൻ. ആ മഹാന്റെ ഇടക്കിടക്ക് കാണുക പോകുമ്പോ ഈ ഉമ്മടെ കാണുമ്പോ ആ മഹാൻ ഉമ്മ പോയിൽ പിന്നെ അവിടെ ദയിക്കും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഉമ്മ കാണുക വന്നപ്പോ അപ്പം എഞ്ചി നിൽക്കും, ഉസ്താദ് എഞ്ചി നിൽക്കൂ, ഉമ്മ പോയിൽ പിന്നെ ദയിക്കും. ഇത് ഇടക്കിടക്ക് കണ്ടപ്പോ ശിഷ്യന്മാർ കേട്ടാറ്, അല്ല ഉസ്താദ് നിങ്ങ അങ്ങനെ 6 ബന്നെങ്കിലും എഞ്ചി നിൽക്കില്ലല്ലേ, പിന്നെന്തേ ഈ ഒരു വയസ്സായ ഉമ്മ വന്നപ്പോ നിങ്ങൾ എഞ്ചി നിൽക്കോ? അപ്പോ അശ്ശൈഖ് അബൂ മുഹമ്മദ് ശംബകി റഹിമഹുല്ലാഹ് ചൊല്ലു, ഞാൻ എഞ്ചി നിன்றേ ആ ഉമ്മടെ നോക്കിട്ടല്ല, ആ ഉമ്മടെ സ്ഥാനം നോക്കിട്ട് മാത്രല്ല, പിന്നമാ അനഖൂമു ഇജ്ലാലൻ ലിൽ ജനീൻ അല്ലദീ ഫീ ബത്നിഹാ, ഞാൻ എഞ്ചി നിൽക്കുള്ളൊരു കാരണമുണ്ടോ? ആ കർപ്പുഞ്ചി പെണ്ണിങ്ങ വന്നില്ലേ, ആ പെണ്ണിങ്ങിലെ ബൈത്തിലൊരു കിടവുണ്ടോ, ആ കിടവിടെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ എഞ്ചി നിன்றോ. ചില്ലാരുടെ കിടവല്ലാതെ ആ കിടവ് അല്ലാഹുവിന് വളരെ അടുത്തയാളായിട്ട് അറിയപ്പെട്ട ഒരു കിടവാണത്. അതുകൊണ്ടാണ് ആ ഉമ്മടെ കാണുമ്പോ ഉമ്മടെ പല്ലിലുള്ള കിടവിടെ ബഹുമാനിച്ചിട്ട് ഞാൻ എഞ്ചി നിன்றോണ്ടുള്ളേണ്ട് ആ മഹാനായ ശൈഖ് ചൊല്ലുമ്പോ ഉമ്മടെ പല്ലിന് ഉൽഗമേ അല്ല കൊടുത്ത പവർ എത്ര, ചില്ലാരുടെ പവർ അല്ല, വലിയ പവർ കൊടുത്ത ആ പവർ കൊടുത്തിട്ടാകുമ്പോ മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ മേലിൽ ഞങ്ങൾ കോളിയ ആട അല്ലെങ്കിൽ വേറെന്തെങ്കിലും അറിയാ തുടങ്ങിയത് നേർച്ചയായിട്ട് കൊടുക്കുമ്പോ അതൊക്കെയുള്ള വലിയ പദവി തണ്ടോ. മാത്രമല്ല പ്രസവിക്കടയും മുന്നോളെ പല അത്ഭുതങ്ങളും കണ്ട് അബൂ മൻസൂർ അൽ ബത്താഹി റഹിമഹുല്ലാഹ് വലിയ മഹാൻ. ആരാ മഹാൻ? ആ മഹാനും ചില്ലാര മഹാനല്ല. സുബ്ഹാനല്ലാഹ്, ആ മഹാനവറുകൾ ആ റായത്തിൽ നിൽക്കുമ്പോ ഒരാളുക നിറകരുടെ ഒരാളെ ഔത്തുകു, ഒരാളുക സിംഹ ഇങ്ങനെ കടിച്ചിട്ട് കൈ ഇങ്ങനെ കട്ടായി പോയി, ചോരയുടെ ഓക്കുലിയുള്ള അയാളുടെ കയ്യിൽ. അപ്പോ ഇടിക്കണ ചൊല്ലുടെ ആരട്ടിക അശ്ശൈഖ് അബൂ മൻസൂർ അൽ ബത്തായി തങ്ങൾ തീയുണ്ടാറുക, നിങ്ങൾ അപ്പുറത്തോട്ട് ഒരാൾക്ക് ഇങ്ങനെ സിംഹ ഇങ്ങനെ കാട്ടിറങ്ങിയിട്ട് കടിച്ചിട്ട് അയാളെ കയ്യിലുള്ള കട്ടായി പോയി. നേരെ ഓടി വന്നു ആ സിംഹത്ത് കൈ കാട്ടിയെന്നോ, നിക്ക് ആരെ അധിക പ്രസംഗാക്കോഷേ ഊടമേ നീ ചത്തുപോണി എന്നപ്പോ ആ സിംഹ അവിടമേ ചത്തുപോയിട്ട് മാത്രമല്ല ആ കട്ടായ കൈയിലെടുത്തിട്ട് തുപ്പിൽ തന്നെ ഇങ്ങനെ തോത്തിയിട്ട് അവിടെ വെച്ചായപ്പോ അവിടെ വെച്ചപ്പോ ആ കൈ അങ്ങനെ പസ്റ്റത്തെ ആ അവസ്ഥക്ക് മറളിത്തിട്ട് മഹാന്മാർ കിതാബുൽ എഴുതിക്കൊണ്ടുള്ള അത്ര വലിയ മഹാനാണ് അബൂ മൻസൂർ അൽ ബത്തായി തങ്ങള്. ആ വലിയ മഹാൻ റിഫായി ശൈഖ് തങ്ങളെ കാക്ക, ആ കാക്കായിട്ടിക്കണ് ബാപ്പയുടെ മരണത്തിൽ പിന്നെ റിഫായി ശൈഖ് തങ്ങളെ നോക്കിയുണ്ടോ. ആ മഹാൻ ചൊല്ലു നക്കുറു കിനാവ് കണ്ടിട്ട് എപ്പത് റിഫായി ശൈഖ് ജനിക്കട കാട്ടി മുന്നലോ നക്കുറു കിനാവ് കണ്ടിട്ട് ആ കിനാവുൽ വന്നാറ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്നിയന്തു യാ മൻസൂർ
ഇതാ കുറിയനാൾ കഴിഞ്ഞൽ പിന്നെ നിങ്ങളെ പെങ്ങൾക്ക് ഒരു കിടവ് ജനിക്കു പോണ്ടവോ ആ കിടവ് ചില്ലാരുടെ ആളല്ല ആ കിടവ് നാണ് എങ്ങനെ നബിമാരോ ഹെഡായിടമാ അതേപോലെ ഔലിയാക്കളോ ഹെഡാവുന്നത് പോണ്ട് ഒരു കിടവ് പറഞ്ഞുകൊണ്ടുണ്ടു സ്വന്തം കാക്കടുട്ടിയെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്ത മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖുദ്ദിസ സിർറു. ആ മഹാനവറുകളുടെ ഞങ്ങൾക്ക് കാട്ടി തന്ന ആ മാർഗദർശനം അത് ഞങ്ങ ചൊന്നിട്ട് കേട്ടിട്ട് ഫോളോ ആക്കിയിട്ട് ആ റാത്തീബ് ഞങ്ങൾ ആക്കുമ്പോ അള്ളാഹു ഞങ്ങൾക്ക് അതിൽ വലിയ ഫലത്തുണ്ടോ ധാരാളം ഒന്നുണ്ടല്ല ചൊന്നെങ്കിൽ തീരെ വിഷയമല്ല ഇപ്പൊ ഇൻഷാ അല്ലാഹ് നാ ചുമ്മ നേരം നീട്ടിയോണ്ടു ടൈമിങ്ങിനെ വേസ്റ്റ് ആക്കില്ല മുന്നേറായ ഉസ്താദ് ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ഞങ്ങൾക്ക് വാളാക്കി തരൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ ഒരു റാത്തീബാക്കു നല്ല കഷ്ടവന്നറാർ ഇതിലെ ബാക്കിൽ ഞങ്ങളെ യങ് മിനിസ്റ്റർ പ്രസിഡന്റ് ഹസൈനാർ ഞങ്ങൾ അച്ചുകൊണ്ട് വിളിക്കുക നല്ല ഓടിതാറങ്ങ എവിടത്തോള ഞങ്ങൾ ഔത്തുള്ളൂ 200 ചില്ലാറ ഉണ്ട്. ആ ഔത്തുകെല്ലാം പോയിട്ടിറങ്ങ പോയപ്പോ ഇണ്ടൊരു കണക്ക് കാട്ടിയാറ് അൽഹംദുലില്ലാഹ് ഓരോ ഔത്തങ്ങ നല്ലൊരു സംഖ്യ ഈ മജ്ലിസ് കൊടുത്തു കടത്തിയാറ്. അള്ളാഹു അത് അർഹമായ ഫലം നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇപ്പൊ പറമ്പുത്തുകു അവിടെ ആ ഭാഗത്ത് കുറെ കോളികൾ ഒന്നു രണ്ടല്ല ധാരാളം കോളിയുണ്ട്. ആ കോളിയെല്ലാം റിഫായി ശൈഖ് തങ്ങളെ പേരില് ഈ റായത്തെ ചില ആൽമാർ നേർച്ചയായിട്ട് തന്നത്. ഒരാൾ നണ്ടിട്ടിക്ക് ചൊന്തു നന്റെ പിഞ്ഞായിയുടെ ഇലവുള്ളു മങ്ങിലായിട്ട് കുറെ വർഷത്ത് പ്രസവിക്കില്ല, ഗർഭിണിയാവില്ല, പ്രസവിക്കതേ ഇല്ല. അപ്പോ റിഫായി ശൈഖ് തങ്ങളെ പേര് വിളിച്ചിട്ട് അങ്ങ് ഒരു നേർച്ച വെച്ചാർ. എന്തേ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഊട്ട് റാത്തീബ് നല്ലൊരു കോളി കൊടുക്കണേ, അതിൽ നക്കൊരു പരിഹാരം കാണുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പ ഇമ്മ ഗർഭിണിയായിട്ട് പ്രസവിച്ചിട്ട് നല്ലൊരു കിടവുണ്ടോ റിഫായി ശൈഖ് തങ്ങളെ പേര് വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് കൊടുക്കുമ്പോ അള്ളാഹു അതിക്ക് തന്റെ പവർ നോക്കൂ. നിങ്ങ അത് ആ ഒരു കാരണത്തിൽ ധാരാളം ആൾമാർ കോളികൊമ്പം നിങ്ങൾ ഉള്ളാർ, ആടുകൊമ്പം നിങ്ങൾ ഉള്ളാർ. അങ്ങനെ എല്ലാവരുടെ ഉദ്ദേശം അർഹമർ റഹീമായ അള്ളാഹു റിഫായി ശൈഖ് തങ്ങളെ ഹക്ക് കൊണ്ട് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയും ഞങ്ങളെ പ്രയാസ ദുഃഖത്തിന് ദൂരെ പോകണോട്ടില്ല. ഞങ്ങളെ ബദർ പള്ളിയിലെ പല അത്ഭുതങ്ങൾ നാണും നിങ്ങൾ കണ്ട. വെള്ളിയാഴ്ച 500 രൂപ കൊടുത്തിട്ടാകുമ്പോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച 313 കൊടുത്തിട്ടാകുമ്പോ എത്ര ആൾമാർക്ക് ഫല കിട്ടി. അതേപോലെ ഈ റാത്തീബ് അത് ഖിയാമത്ത് നാളത്തോളം ഞങ്ങളെ റായത്തെ ഓരോരുത്തർക്കും ഫലമുള്ളതാവണോ, കൊണമുള്ളതാവണോ. അള്ളാഹു കൊണ ആക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം ഇൻഷാ അല്ലാഹ്. ഇനി വാർഷിക റാത്തീബ് നണ്ട ഉത്തമ ഒരു കോലിക്കട്ടെ, നാളെ ബൽത്തി ഒരു ജീവവും അത് പള്ളിക്ക് പോവട്ടെ, റിഫായി ശൈഖ് തങ്ങളെ പേരിലാവട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരു നല്ല നിയത്തോടെ ഏറ്റെടുക്കണു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നല്ല നല്ല പദ്ധതി ഇവിടെ സ്റ്റേജ് റെഡിയാക്കുകയും ഇത് അധ്വാനിച്ചിട്ട് യങ് മിനിസ്റ്റർ പ്രസിഡന്റ് ഒട്ടിಗೆ ഞങ്ങളെ പ്രിയപ്പെട്ട ഉഡ്ഡ ബാലക്കാർ നല്ല അധ്വാനിച്ചിട്ടാർ. അത് ഞങ്ങൾ ജമാഅത്ത് പ്രസിഡന്റ് അടക്കം നന്ദി പറമ്പ് ചെന്നു അങ്ങെല്ലാവർക്കും നിങ്ങൾ ദുആ എടുക്കണം. ഉസ്താദ് നല്ല അധ്വാനിച്ചിട്ടാറങ്ങാൻ അള്ളാഹു അങ്ങെല്ലാം അർഹമായ ഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് ഉള്ളത് കൊണ്ട് നാ ചൊല്ലേ കുറെ ആൾമാർ അത്താവുള്ള മറംപുറോടികളുടെ ഞങ്ങൾ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ കഴിഞ്ഞ വർഷം അങ്ങനെ ഈ വർഷം ഞങ്ങൾ ചോറ് ഉല്ലേ ഭക്ഷണത്തുള്ള എല്ലാ അറിയും ആ ബാലക്കാരായിട്ട് ഇക്കട് തന്നോണ്ടില്ലേ. അതുകൊണ്ട് ഉമ്മടെ റാഹത്തുക ബേനായിട്ട് ദുആർപ്പാട്ടുക ആ ബാലക്കാര ഏൽപ്പിച്ചതാ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പിന്നെ തങ്ങും പണ്ട് തങ്ങും ദുആർക്കും. അതേപോലെ ഇപ്പോ കഴിഞ്ഞ കുറിയ നാളുകൾ മുന്നുള്ളൂ മരണപ്പെട്ടു പോയ ഞങ്ങൾ എസ് കെ സുലൈമാൻ അയാളുടെ ഭാര്യ ഫാത്തിമ ചൊല്ലുടെ ആ ഉമ്മ അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, ഖബർ സന്തോഷമാക്കട്ടെ. ആ ഉമ്മയുടെ പേരിൽ അയാളുടെ മോന് കമാലുദ്ദീൻ ഒരു 50 കിലോ അറി ഉടകെത്തുവാടി ഇങ്ങനെ ധാരാളം ആൾമാർ ഇത് കാര്യക്രമത്തിൽ സഹകരിച്ചുള്ളാറും അങ്ങ് എല്ലാവർക്കും ഞങ്ങൾ ആലിമീങ്ങൾ സാദാത്തുകൾ ദുആ കിടയുന്നുണ്ട്.
അൽഹംദുലില്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത്ഭുതപ്പെടാറ് ഞങ്ങളെ റായ പല പണ്ടത്തെ പള്ളിയായെങ്കിലും ചുറ്റുമുത്തര ആൾമാരെല്ലാം പലപ്പോഴും കേൾക്കാറ് കുപ്പട്ടിൽ എപ്പോൾ നോക്കിയെങ്കിലും എന്തോ ഒരു ബദലാവാനായോണ്ടുണ്ട് പള്ളിയുടെ സ്വറ മദ്രസത്തെ സ്വറ മേൽ ഹാളുണ്ട് ആ ഹാള് ജമാഅത്തിനെ ആക്കിയെടുത്തുണ്ട് പോലും ചൊല്ലുമ്പോഴത്തേക്ക് പറ ജമാഅത്തിനെ അത്ഭുതപ്പെടാറ് നിങ്ങൾ ആക്കിക്കൊണ്ടില്ലതാ കുപ്പട്ടി ജമാഅത്തിനെ ആക്കണേ മാട്ട് പല ആൾമാരും അത്ഭുതപ്പെടാറ് അത്ര ചന്ത ഒരു ഭാഗത്ത് ഞങ്ങൾ ഹാളിലെ സ്വറായുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയ പൈസ ഇട്ടുകൊണ്ടില്ല അതെല്ലാവരും കൊടുത്തിട്ട് ഇനിയും കുറെ സ്വറയുടെ ബാക്കിയുണ്ട് ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി അൽഹംദുലില്ലാ അതൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് താങ്ങായിട്ട് ശക്തിയായിട്ട് ഞങ്ങളൊന്ന് കൂടുക അത് വേഗം പൂർത്തിയാവണം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അതേപോലെ ഈ പള്ളി നോക്കുറുണ്ടെങ്ക ഈ പള്ളി എതിർത്തെ ആ മിനാറും ആ ഒരു ഡെക്കറേഷനും അതെല്ലാം പ്രിയപ്പെട്ട ബാലക്കാർ ഞാൻ ഇണ്ടും ഓർക്കടെ ഒരേ ഒരു ചാവലും ഖതീബ് ഉസ്താദ് ഉള്ളത് കൊണ്ട് ചൊല്ലുടെ ദ്വാരക്കുവേനായിട്ട് ഒരു ചാവു ഞങ്ങൾ എംഗമിൻസറെ പ്രസിഡന്റ് അസൈനാറും കുറിയ ബാലക്കാർ വന്നിട്ട് ഞങ്ങളെ മൂന്നാൾ തെച്ചിട്ടാകുമ്പോ ഒരു ചെറിയ വിഷയിട്ടാർ ഞങ്ങളെ പള്ളി ഒന്ന് ചെല്ലൊന്നു വലിയ പള്ളി ജമാഅത്ത് കുറെ ആൾമാരുള്ളാറ് ഈ പുറാച്ചിന പല കാലത്തെ പള്ളി ഒന്നും കൂടി ഉഷാറാക്കുന്നുണ്ട് ഒരു ചർച്ചയാക്കിയപ്പോ എല്ലാ ബാലക്കാരെ കോണ്ടാക്ട് ആയിട്ട് അങ്ങനത്തെ വിഷയം വന്നപ്പോ 10-20 മുട്ടമുട്ടായിട്ട് ആ എതിരെ പള്ളി അത്ര ചന്താക്കൂ അള്ളാഹു കബൂലാക്കട്ടെ അതിന്റെ ബാക്കിൽ 50,000 എല്ലാവർക്കും റിഫാ ശൈഖിന്റെ പ്രതിഭ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അർഹമായ ഫലം നൽകുമാറാകട്ടെ ഇണ്ട് നോക്കൂ പള്ളിയുടെ ഉൽഗ വളരെ ഭംഗിയാണ് എന്തോ ഒരു ചന്തമുണ്ട് ആ പള്ളിയുടെ ഉൽഗ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ആ പള്ളിയുടെ ഉൽഗ സ്വറ ആയോണ്ടുണ്ട് റമളാനുക്ക് മുന്നേ പൂർത്തിയാവണിയുള്ളത് എങ്കിൽ മനസ്സിലാക്കാൻ വലിയ ആശായിട്ടുണ്ട് പക്ഷേ സ്വറ നിരന്തരമായിട്ട് ആയോണ്ടുണ്ട് പക്ഷെ ഞങ്ങൾ അത് കാണുമ്പോൾ ഗംതാവില്ല മാത്ര അത്ര സ്വറ ഉണ്ട് അതിന്റെ ഉൽഗ അതും കൂടി പൂർത്തിയായെങ്കിൽ പരിശുദ്ധ റമളാന്റെ അവർ ഫസ്റ്റ് വാരത്തിൽ അത് പൂർത്തിയായെങ്കിൽ ഈ വർഷത്തെ റമളാനിൽ അതേ ഭംഗിയോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ആ പള്ളിയുടെ ഉൽഗ അല്ലാഹു ആരാധിക്കൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ആയുസ് നീട്ടി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല അധ്വാനിച്ചവർക്കും മർക്കോ തീരാം പക്ഷെ അങ്ങ് ഞങ്ങൾ താങ്ങാവണോ അങ്ങ് ഞങ്ങൾ ശക്തിയാവണോ അത് അങ്ങ് തുടങ്ങിയതല്ലേ അല്ലല്ല അത് ഞങ്ങൾ എല്ലാവരും ജമാഅത്ത് എല്ലാവരും ഹാളും ഞങ്ങളത് പള്ളിയും ഞങ്ങളത് മദ്രസവും ഞങ്ങളത് അങ്ങ് അവിടെ നോക്കിയുടെ മാത്ര അങ്ങ് അതിന്റെ ബാക്കിൽ പോയുടെ മാത്ര പക്ഷെ ഞങ്ങൾ എല്ലാവരും അതിന് താങ്ങായിട്ട് ഞങ്ങളെ റായത്തെ ഇസ്സത്ത് അഭിമാന ഇനിയും ഉത്തരോത്തരി ഉയരണോ അള്ളാഹു ഉയർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ കാര്യം എല്ലാവരും തന്റെ പൽക്ക് കേൾക്കട ഈ റായത്ത് പിന്നിങ്ങ പാലക്കാർ ആണിങ്ങ എല്ലാവരും ഓർത്തുണ്ട് നിങ്ങൾ അതിനെ വിജയിപ്പിക്കണം ചെന്നോട്ട് ഇൻഷാ അല്ലാഹ് തന്റെ കർത്തവ്യത്തിന് ഞാൻ ഇനി വന്നോണ്ടില്ലേ ഈ കാര്യക്രമത്തിന് നമുക്ക് ദുആർന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഉദ്ഘാടനാക്കോ പോകേണ്ടത് ഞങ്ങളെ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് ഞങ്ങളെ മഹല്ലുടെ ഖതീബ് ഉസ്താദും കൂടി ആയിരിക്കും 3 വർഷം അൽഹംദുലില്ലാഹ് ഉസ്താദ് വന്നിട്ട് നല്ല ഒരു അഭിവൃദ്ധി 2 വർഷമായിട്ട് ഞാൻ ജുമാഅത്തിൽ പോലും എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോ നല്ല ഒരു പൈസ പിരിച്ചിട്ട് ആ ടൈൽസർ വിഷയത്തില ഗ്രാനൈറ്റർ വിഷയത്തില ഏ വിഷയത്തിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് വാളാക്കിയിട്ട് നല്ല പിരിച്ചിട്ട് സംഭാവന ശേഖരിച്ചിട്ട് ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റിക്കും ഞങ്ങളെ വീട്ടിനും ഒരു താങ്ങായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ചിലപ്പോൾ ഞങ്ങൾ ഖുതുബവും വാള് വെള്ളിയാഴ്ച മാത്രം കേട്ടായിരിക്കൂ ഉസ്താദ് 2-3 കിതാബ് സ്വന്തമായിട്ട് എഴുതിയ ഒരാളാണ് അറബിൽ കന്നഡത്തുള്ള അറബിൽ സ്വന്തമായിട്ട് കിതാബ് എഴുതിയിട്ട് അതിന് പല ആലിമീങ്ങളിൽ മുതആല നോക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ നല്ലൊരു ഇൽമുള്ളൊരു പണ്ഡിതൻ അള്ളാഹു കുടുംബ ജീവിതം സന്തോഷമാക്കട്ടെ അള്ളാഹു അങ്ങനെ എല്ലാ വിഷയത്തിലും ബർക്കത്താക്കട്ടെ എന്ന് ദുആർന്നുണ്ട് ഞങ്ങളെ ബദ്രിയ എംഗമിൻസർ ബഗൽ പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ് ഹൃദ്യമായ സ്വാഗതം ഞാൻ അയക്കൊണ്ടില്ല ഈ കാര്യക്രമത്തെ യോഗാധ്യക്ഷൻ ഞങ്ങളെ എംഗമിൻസർ പ്രസിഡന്റ് ആണ് പ്രിയപ്പെട്ട ഹസൈനാർ അച്ചു 2-3 ഒരു വാരം ഞാൻ നോക്കിക്കൊണ്ടില്ല നിരന്തരമായിട്ട് കോളാക്കിയിട്ട് മായിത്ത് കേട്ടുകൊണ്ടും ഇതിലെ ബാക്കിൽ ബാലക്കാരെ കൂട്ടിട്ട് ഇതിലെ വിജയിക്കുവാനായിട്ട് സ്വന്തം അങ്കടി പോലും ഇന്നിട്ട് അതുക്കും പോവാൻ അവിടെ സ്വർത്തങ്ങൾ നിപ്പാട്ടിട്ട് ഇതിലെ ബാക്കിൽ നല്ല കഷ്ടമെന്ന ഈ പള്ളിയുടെ എതിർ വിഷയത്തിലും ഇപ്പൊ പള്ളി ഉൾക കെട്ടുമ്പോഴത്തേക്കും ആ ബാലക്കാരെ പിടിച്ചിട്ട് ഒരു ടീം വർക്കായിട്ട് അതിക്കൊരു നായകത്വം കൊടുത്തിട്ടു അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാ ഞങ്ങൾ ഹസൈനാർ അച്ചുള്ള അവന്റെ പ്രവർത്തനം അല്ലാഹു കബൂലാകട്ടെ. വയസ്സായ അവന്റെ ബാപ്പ ഉമ്മ ഉള്ളാറ് അങ്ങ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവന്റെ ഇലങ്ങ മൂത്തങ്ങ ഭാര്യ മക്കൾക്ക് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ദുആ ഈ മഹത്തായ പരിപാടിക്ക് ഞാൻ സ്വാഗതമായിട്ട് കൊടുത്തു നേർന്നിട്ടില്ല. അതേപോലെ അൽഹംദുലില്ലാ ഞങ്ങളെ മുഅദ്ദിൻ ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിർസത്തെ ആള് ദൂരാണെങ്കിലും ഞങ്ങളെ മുറ്റത്തെ ആള് സ്വന്തം റായത്തങ്ങളെ പോലെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് ഒരേപോലെ കണ്ടിട്ട് പുഞ്ചിരിയോടെ എപ്പോ കണ്ടെങ്കിലും ഞങ്ങൾ അപ്പുറം മുണ്ടില്ലെങ്കിലും ഞങ്ങളെ പേര് വിളിച്ചിട്ട് മുണ്ട ഒരു സ്വഭാവമുള്ള പ്രിയപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വിവാഹത്തപ്പോ ഞങ്ങളെല്ലാം സഹകരിച്ചത് എപ്പോഴും ഇന്നലും ഒരു പക്ക ഭക്ഷണം കഴിക്കുമ്പോഴത്തൂ ഉസ്താദിനെ മെലുക്കാക്കിട്ട് നാനും മങ്ങത്തെ മുന്നോട്ടേണ്ട ഇങ്ങനെ പരിപാടി ഉള്ളത് കൊണ്ട് പോയപ്പോ അപ്പൊ ഉസ്താദ് കുപ്പെട്ട പൈസ ഒരു ബർക്കത്തുണ്ട് ഉസ്താദ്. കാരണം ബദർ പള്ളി പൈസ ഔട്ടെ സമ്പളത്തിൽ ഒരു ബർക്കത്തുണ്ട് ഉസ്താദ്. നാ കണ്ടേ രണ്ട് ഔത്തെ ടൈൽസിന്റെ സ്വറ ഈ സാറിന്റെ സ്വറ പൈന്റ് എല്ലാം നാ പൂർത്തിയാക്കിയിടേ കുപ്പെട്ടിക്ക് ബന്നൽ പിന്നെയും ഇപ്പൊ ഞങ്ങൾ റായത്തുക മഹാന്മാരെ നോട്ടുണ്ട്. നാ ചൊല്ലത് കേട്ട കണ്ടിട്ടില്ലേ ജാവുകൾ ബാബ അടക്കം വന്ന് തെച്ച പള്ളി ഉണ്ട്. നാ ചൊല്ലത് കേട്ട ഞങ്ങളെ പള്ളി ഇനിയും നല്ല ബർക്കത്തുള്ള പള്ളിയായിട്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദുക്കും ഞാൻ സ്വാഗതമാക്കിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട പൊള്ളായി സഖാഫി ഉസ്താദ് ഉണ്ട്. ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു നേതൃത്വവും ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാർഗദർശകനായിട്ട് പല വിഷയത്തിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയ ഔത്തുക ഇങ്ങനെ ബണ്ട എന്നപ്പോ ഒരു പൈസ വേറെ എത്തി വെച്ചിരിക്കൂ. അത് നാണിൽ ഉസ്താദ് ഇല്ലെങ്കിലും ഔത്തങ്ങളുടെ ഉള്ളൂ. ഇത് ഈ സംഘടന ബറുവാറ് പള്ളിയുടെ വിഷയത്തിൽ അങ്ങോ നിങ്ങൾ കൊടുക്കുന്നു. അപ്പൊ നല്ലൊരു സഹകരണ മനോഭാവമുള്ള മുള്ളായി സഖാഫി ഉസ്താദുക്കും നാണ് ഈ പരിപാടിക്ക് സ്വാഗതമാക്കിയിട്ടുള്ള പ്രധാന കാര്യദർശി ഹൈദർ മുസ്ലിയാർ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് അൽഹംദുലില്ലാ ഞങ്ങളെ ഈ മജ്ലിസിലുണ്ട്. ഉസ്താദും നല്ലൊരു സേവന ഖിദ്മത്ത് ഞങ്ങളെ പള്ളിയുമായിട്ട് ആക്കിക്കൊണ്ടുണ്ട്. ഉസ്താദുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെയുള്ള ദുആ സ്വാഗതമായിട്ട് ഓതിയുണ്ട്. ലാസ്റ്റ് ബെച്ചിരി ഇപ്പൊ ഞങ്ങളെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഞങ്ങളെ ഈ വേദിക്കലുണ്ട് ആദമാക്കൽ അൽ മദീന ഇണ്ട് നട്ട് ഇപ്പൊ കണ്ടപ്പോഴും ഒരു സ്വറാക്കണോ ഒരു കുറിയ സ്വറ ബാക്കിയുണ്ട് ഒന്ന് തെല്ല് നണ്ടിട്ട് കൂടിയിരണോ എവിടെ കാണുകത്തില്ല ഹാള് ബാക്കിയായിട്ട് ആ സ്വറ പാതിലുണ്ട്. ഒന്ന് ബന്ധമാണ് അപ്പ ഒന്ന് ബന്ധമാണ്. ഇത് വിഷയല്ലാണ്ട് വേറെ വിഷയമില്ല. അവിടെ അള്ളാഹു അത് കബൂലാക്കട്ടെ. വലിയ കുസിയുണ്ട് നല്ല ഓടികാറ് ആ വിഷയം നിങ്ങൾക്ക് മേല് പോയിട്ട് നോക്കിയെങ്കിലേ കാണും. ഇത്ര വലിയൊരു ഹാള് കൂടെ ബറുണ്ടാറോ ഇരിച്ചതല്ല. അൽഹംദുലില്ലാ അത് ബാക്കിൽ നല്ല ഓടികാറ് അങ്കു ഞങ്ങളെ താങ്ങാവണം ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ ആ പൈസ മുക്കാം തറമ അല്ലെങ്കിൽ ഒരു നാലാളെ കാട്ടുക അവിടെങ്കിൽ അങ്ങനെ കാട്ടിട്ട ആ ഒരു പരിപാടി ഞങ്ങൾ വിജയിപ്പിക്കണം. അല്ലാഹു അൽ മദീന ആദമാക്കളുടെ കുടുംബത്തിലുള്ള ബർക്കത്ത് ചെയ്യട്ടെയുള്ള ദുആ മഹത്തായ ഈ പരിപാടിക്ക് ഞാൻ സ്വാഗതമായിട്ട് ഓതിയിട്ടുള്ള ഞങ്ങളെ മാജി പ്രസിഡന്റ് ഞങ്ങൾ രണ്ടാളും ഒട്ടിಗೆ ഞങ്ങളെ മാജി പ്രസിഡന്റ് ഉണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളെ മുഹിമ്മാത്തിൽ പഠിക്കടെ കാലഘട്ട ഞങ്ങളെ ഇങ്ങനെ ഉഷാറാക്കടയിൽ ഒരു കാരണം പ്രിയപ്പെട്ട മാജി പ്രസിഡന്റ് ഉണ്ട്. കാരണം അണ്ട് റജൽ വന്നപ്പോ കൂടെ എന്തൊരു പരിപാടി ഉണ്ട് സ്വാഗതം നിങ്ങൾ ആക്കോറ അല്ലെങ്കിൽ ഉദ്ഘാടനം നിങ്ങൾ ആക്കോറോ മൈക്ക പിടിക്കറോ ജണ്ട് പൽക്ക മുണ്ടോറു നിങ്ങൾ മുണ്ടി പഠിക്കറോ അണ്ട് ഞങ്ങളെ മുണ്ടുവാട്ടിട്ട് പ്രോത്സാഹാക്കി തുറച്ചിട്ട് പാവ പ്രിയപ്പെട്ട ഞങ്ങളെ മാജി പ്രസിഡന്റ് അള്ളാഹു അയാൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അയാളെ ഭാര്യ മക്കൾക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. മഹത്തായ ഈ പരിപാടിക്ക് ഞാൻ സ്വാഗതം ഓതിയുണ്ട്. ധാരാളം ആൾമാർ കീഴുള്ളാറവ ഞങ്ങൾ SOS പ്രസിഡന്റ് അബ്ബാസാക്ക നിങ്ങൾ ചിരിച്ചോളൂ എതിർ പറ നിങ്ങൾ സ്റ്റേജ് പറ ഞങ്ങൾ ഈ പ്രസിഡന്റ് ബിൽക്ക് വന്നു നിങ്ങൾ പറ. പിന്നെ കുഞ്ഞുമോൻ ആചാരം ഇവിടെ ഇന്നെങ്കിൽ ഒന്നും ഞങ്ങളെ വേദിക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. റസാഖ് സഖാഫി ഉസ്താദ് ഉൻസകട്ട പറ നിങ്ങൾ നിങ്ങൾ അവിടെ ആൾക്കടത്തില്ല പറ. പിന്നെ ഞങ്ങളെ കുറെ നേതാക്കന്മാർ കീഴുള്ളാർ ആരെ കണ്ടുകൊണ്ടില്ല കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ എംഗേജ്മെന്റ്സ് ഞങ്ങളെ പരിഗണിക്കുവാർ. SOS പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളെ അബ്ബാസാക്കണൈക്കായ അള്ളാഹു അയാൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അയാളും ഞങ്ങളെ പള്ളിയുടെ അഭിവൃദ്ധിയിൽ നല്ല മുന്നിലുണ്ട്. അയാൾക്കും ഞാൻ ഈ കാര്യക്രമത്തിൽ സ്വാഗതമാക്കിയുണ്ട്. ഞങ്ങളെ റസാഖ് സഖാഫി ഉസ്താദ് ഉൻസകട്ടെ ഞങ്ങളെ SOS എല്ലാം വലിയ നേതൃത്വ ഒരു സുന്നത്തി ജമാഅത്ത് ഒരു താങ്ങായിട്ടുള്ള ഒരു ആള് അയാൾക്കും ഞാൻ ഈ കാര്യക്രമത്തിൽ കൃത്യമായ സ്വാഗതം ഓതിയുണ്ട്. ഞങ്ങൾ യങ് മെൻസറെ പ്രധാന കാര്യദർശി അതേപോലെ കോശാധികാരി യങ് മെൻസറെ മറ്റു പ്രവർത്തകരും നിങ്ങൾക്ക് എല്ലാവർക്കും മഹത്തായ ഈ കാര്യക്രമത്തിൽ സ്വാഗതമാക്കിയുണ്ട്. SSF പ്രസിഡന്റ് കണ്ടുകൊണ്ടില്ല ബദ്രുദ്ദീൻ അയാളുടെ അനുപസ്ഥിതിയിൽ ഞാൻ അയാൾക്കും സ്വാഗതമാക്കിയുണ്ട്. കുറെ ഹിരിയങ്ങളുള്ള ഉള്ളാറൂടെ ഞങ്ങൾ ഈ മജ്ലിസിൽ ആ ഹിരിയങ്ങൾ എല്ലാവർക്കും ഞാൻ സ്വാഗതമാക്കിയുണ്ട്. പിന്നിങ്ങ ഉള്ളാർ അങ്ങും സ്വാഗതമാക്കിയുണ്ട്. ഞങ്ങളെ പള്ളി ഖബർസ്ഥാനുകളും ഞങ്ങളുടെ കുടുംബത്തെ ഹിരിയങ്ങ ധാരാളം മറിച്ചു കിടന്ന ഉള്ളാർ അങ്ങനെ ഈ ജാവുൽ ഞങ്ങൾ
മറക്കൂതീറ ഈ മജ്ലിസിലെ സവാബ് അല്ലാഹുവേ ആ ഖബറാളികളെ ഖബറുകു നീ കൊടുത്തിട്ടു അങ്ങനെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് ചൊല്ലുന്ന ദുആ ദുആർന്നുണ്ട് എല്ലാവർക്കും ഒന്നുകൂടി